എറണാകുളത്ത് വീട് വിൽക്കാനെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിൽ. ചമ്പക്കര സ്വദേശി മാർട്ടിനെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫോർട്ട് കൊച്ചി സ്വദേശികളുടെ പക്കൽ നിന്ന് 30 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. സൈഫുന്നീസ അലിയാർ നൽകും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ. സൈഫുന്നീസ, എന്താണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ? ഇന്നാണ് മരട് പോലീസ് മാർട്ടിൻ എന്ന് പറയുന്ന ചമ്പക്കര സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരായ പരാതി ഇതായിരുന്നു. ഒരു ദമ്പതികൾ ഇവർ വീട് പണയത്തിനെടുക്കുവാനായി വരികയും ഇയാളെ സമീപിക്കുകയും ചെയ്തു. അതിനുശേഷം വീട് പണയത്തിന് നൽകാം എന്ന് പറഞ്ഞ് വീടെല്ലാം കാണിച്ചവർക്ക് ഇഷ്ടപ്പെട്ട ശേഷം ഇയാൾ പറഞ്ഞു, ഈ വീട് വിൽക്കാനുണ്ട്, 40 ലക്ഷം രൂപ നൽകിയാൽ വിൽക്കാനുണ്ട്. അപ്പോൾ ഇവർ 30 ലക്ഷം രൂപ ഇവർക്ക് കയ്യിൽ ഇപ്പോഴുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഈ 30 ലക്ഷം രൂപ നൽകി ഈ വീട്ടിൽ താമസിച്ചോളൂ, അതിനുശേഷം രജിസ്ട്രേഷൻ നടത്താം എന്ന് പറയുകയും ഇവർ ഈ വീട്ടിൽ താമസമാവുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് പലപ്പോഴും രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇയാൾ മാറി പോവുകയും ഇവരുടെ മുമ്പിൽ വരാതിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് ഇവർ തട്ടിപ്പിനിരയായി എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. 12 ലക്ഷം രൂപ ഈ വീട് പണയപ്പെടുത്തി ഇയാൾ സഹകരണ ബാങ്കിൽ നിന്ന് പണം എടുത്തിരുന്നു. പക്ഷേ ഈ പണം അടച്ച് സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നടപടി മാറ്റാമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വീട് മറ്റൊരാൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ മറ്റൊരാളിൽ നിന്നും ഇയാൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പിന്നീടാണ് ഇവർ അറിയുന്നത്. ഇതേ തുടർന്നാണ് ഇവർ മരട് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഉദയംപേരൂരിൽ ഇയാൾക്കുള്ള ഒരു വീട് 15 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തുകയും അതിനുശേഷം ഇതുപോലെ തന്നെ വീടിന്റെ ആധാരം ബാങ്കിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ജപ്തി നോട്ടീസ് വരികയും ഒക്കെ ചെയ്തപ്പോൾ അവർ അറിയുകയും അവർ പരാതി നൽകുകയും ചെയ്തു. ഉദയംപേരൂർ ഇപ്പോൾ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ മാർട്ടിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മാർട്ടിനും മാർട്ടിന്റെ ഭാര്യ ജിഗി മാർട്ടിനും ഇവരുടെ മകനും അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഉദയംപേരൂർ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മരട് പോലീസും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതി മുഖാന്തരമാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അല്പസമയം മുമ്പ് മരട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ എറണാകുളം കോടതിയിൽ ഹാജരാക്കുവാനായി കൊണ്ടുപോയിരിക്കുകയാണ്. എറണാകുളത്താണ് വീട് വിൽക്കാനെന്ന പേരിൽ 30 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ചമ്പക്കര സ്വദേശിയായിട്ടുള്ള മാർട്ടിൻ എന്നയാൾ അറസ്റ്റിലായിരിക്കുന്നത്. സൈഫുന്നീസ അലിയാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.